മുഖ്യമന്ത്രിക്കെതിരായ MT വാസുദേവൻ നായരുടെ പ്രസംഗത്തെ പിന്തുണച്ച കൂടുതൽ സാംസ്കാരിക പ്രവർത്തകർ കൂടി രംഗത്തെത്തുകയാണ്. MT നട്ടലുള്ള എഴുത്തുകാരനെന്ന ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോയ് മാത്യു. അതേസമയം അധികാരത്തിന്റെ മുഖത്ത് MT ധീരമായി തുപ്പുന്നുവെന്ന നടൻ ഹരീഷ് പേരടിയും ഫേസ്ബുക്കിൽ കുറിച്ചു. MK വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, സാംസ്കാരിക പ്രമുഖർ എല്ലാവരും തന്നെ MT പ്രസംഗത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ദീർഘനാളത്തെ രാഷ്ട്രീയ മൗനത്തിന് ശേഷമാണ് മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ ഇന്നലെ മൗനം ഭഞ്ജിച്ച് ഇപ്രകാരം ഒരു തുറന്നടിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ധീരമായി പ്രതികരിക്കുകയാണ് MD ഇന്നലെ ചെയ്തത്. അനു, നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലാണ് MD വാസുദേവൻ നായർ, അതായത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹം തുറന്ന അദ്ദേഹത്തെ എതിർക്കുന്ന പ്രസംഗം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ചാണ് ഇപ്പോൾ ചലച്ചിത്രകാരൻ ജോയ് മാത്യു, അതേപോലെ തന്നെ നടൻ ഹരീഷ് പേരടി എന്നിവർ രംഗത്ത് വന്നിട്ടുള്ളത്. സർവാധികാരി എന്ന അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്കുനേർ ചോദിക്കുകയാണ് MD എന്നാണ് ജോയ് മാത്യു പറയുന്നത്. മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് MD എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. പക്ഷേ ഇത്തരം നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സഖാക്കൾക്ക് ഇനി മുതൽ MD സാഹിത്യം വരേണ്യ സാഹിത്യമായി മാറുമെന്നും ജോയ് മാത്യു തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. സമാനമായ നിലയിൽ തന്നെയാണ് നടൻ ഹരീഷ് പേരടിയും വിമർശനം ഉന്നയിക്കുന്നത്. MD ഇന്നും അധികാരികളുടെ മുഖത്ത് ധീരമായി തുപ്പുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗമെന്ന് ഹരീഷ് പേരടി പറയുന്നു. MDയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം എന്നാണ് ഹരീഷ് പേരടി കുറിക്കുന്നത്. പക്ഷെ ആ ഹരീഷ് പേരടിയുടെ എഴുത്തിനിടയിലും ചുള്ളിക്കാടിനെ വിമർശിക്കുന്ന പരാമർശങ്ങളുണ്ട്. ചിലർ ചുള്ളിക്കാടുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അധികാരികളെ വാനോളം പുകഴ്ത്തുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് പറയുന്നു. കാരണം അടുത്ത കാലത്ത് ചുള്ളിക്കാട് ഈ ഇപ്പോഴത്തെ പിണറായി ഭരണത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ചിലർ ചുള്ളിക്കാടുകൾക്ക് ഇടയിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വാഴ്ത്തലുകൾ നടത്തുമ്പോഴാണ് MDയെ പോലുള്ളവർ അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പുന്നത് എന്ന് ഹരീഷ് പേരടി പറയുന്നു. നമ്മൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകരൊക്കെ തന്നെ MD അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ ഈ അവാർഡുകളും അക്കാദമി പദവികളും ഒക്കെ ആഗ്രഹിക്കുന്ന ചില എഴുത്തുകാർ അധികാരത്തെ പിന്തുണയ്ക്കുകയാണ്, MDയെ വിമർശിക്കുകയാണ്. അപ്പോൾ ഈ MDയെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമവും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ പോരാട്ടം സമൂഹ മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സമൂഹം അംഗീകരിക്കുന്ന കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരന്മാരെല്ലാം MDയെ പരസ്യമായി അനുകൂലിച്ച് രംഗത്ത് വരുന്നു. പക്ഷേ ചില പ്രമുഖ എഴുത്തുകാർ ഇപ്പോഴും മൗനം തുടരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിനോദ്, നമ്മൾ കഴിഞ്ഞ ദിവസം MT പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. ഇതിൽ പ്രസക്തമായ ഭാഗങ്ങൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം റഷ്യയുടെ അധപതനത്തെ സംബന്ധിച്ചാണ് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ആൾക്കൂട്ടത്തെ ഈ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എടുത്തു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു പ്രസംഗത്തിൽ. ശക്തമായ ഭാഷയിൽ തന്നെയാണ് അധികാരികളുടെ അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ട് കുഴിവെട്ടി മൂടി തെറ്റ് സമ്മതിക്കുന്ന പതിവ് നമ്മുടെ മഹാരഥന്മാർക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. പക്ഷേ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് അങ്ങനെ ആയിരുന്നില്ല എന്നുകൂടി ഒരു താരതമ്യം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാവേണ്ടത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ പ്രസംഗത്തിന് ശേഷം EP ജയരാജൻ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള വിമർശനമായിരുന്നുവെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഉദാഹരണമായി സൂചിപ്പിക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു, ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇരുന്നത്. പക്ഷെ അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന പിണറായി ഭരണത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അസ്വസ്ഥത അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് MDയുടെ പ്രസംഗത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമവും ഇതിനിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് മുഖ്യമന്ത്രിക്ക് ഇത് മുഖത്തേറ്റ അടി തന്നെയാണ്. കാരണം അദ്ദേഹം പൊതുവെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ മുഖ്യമന്ത്രി
തന്റെ പ്രസംഗം കഴിഞ്ഞാൽ ആ വേദി വിട്ടു പോകുക പതിവാണ്. എത്ര വലിയ പരിപാടി ആയാലും എത്ര വലിയ VIP ഉണ്ടെങ്കിലും അദ്ദേഹം തന്റെ പ്രസംഗം കഴിഞ്ഞാൽ ആ വേദി വിട്ടു പോകും. അതാണ് അദ്ദേഹത്തിന്റെ രീതി. പക്ഷെ ഇന്നലെ പ്രസംഗിച്ചിട്ട് അദ്ദേഹം MDയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി അത് MDയുടെ പ്രസംഗം ഇത്തരത്തിലൊരു വിമർശനം ഉയരുന്ന തരത്തിലാണെന്ന് ഒരു പക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ MDയുടെ പ്രസംഗം വലിയ കോളിളക്കം ഉണ്ടാക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ സാംസ്കാരിക പ്രവർത്തകർക്കിടയിലും വലിയ ചലനം തന്നെയാണ് MDയുടെ പ്രസംഗം ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അനു. ശരി വിനോദ്.